കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷം 5ാം സ്ഥാനത്ത്, ലഹരിയുടെ ഉപയോഗത്തിൽ 5ാം സ്ഥാനത്തായിരിക്കുന്ന കേരളമാണ് കൊറോണയ്ക്ക് ശേഷം നിങ്ങളെയും എൻ്റെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിൽ ഇപ്പോൾ ലഹരി വസ്തുവിൻ്റെ ഉപയോഗത്തിൽ നമ്മളാണ് 1ാം സ്ഥാനത്ത്. വിട്ടുകൊടുക്കരുത് കേട്ടോ. നിങ്ങളെല്ലാം നിങ്ങൾ ഈ 1ാം സ്ഥാനം നിലനിർത്താൻ വേണ്ടി നമ്മളിവിടെ നിൽക്കണം. നിൽക്കുമോ നിങ്ങൾ? ഇപ്പൊ കേരളത്തിൽ 1ാം സ്ഥാനത്താണ് പോയി. രണ്ടാമത്തെ ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തി. അറിയോ നിങ്ങൾ ഒരു കാര്യത്തിൽ? എന്തിനാ? ജനസംഖ്യന്റെ കാര്യത്തില് നമ്മൾ ചൈനേനെ തോപ്പിച്ച് നമ്മളാ പോലും 1ാം സ്ഥാനത്ത്. അഭിമാനം തോന്നുന്നില്ലേ നമുക്ക്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അങ്ങനെയല്ലേ നമ്മൾ 1ാം സ്ഥാനം കിട്ടിയാൽ പറയാ? ഈ ലഹരിയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാലും നിങ്ങളെ മുഖത്ത് ടെൻഷൻ കാണുന്നില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. 2023 ഡിസംബർ 31 കേരള ഗവൺമെന്റിന്റെ ലഹരിയുടെ ഉപയോഗത്തിന്റെ കണക്ക് അവതരിപ്പിച്ച കണക്ക് നിങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കാൻ പറ്റൂലായിരുന്നു. ഗവൺമെന്റ് പറഞ്ഞതെന്നറിയോ? കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച മനുഷ്യൻ മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന ആൾ വരെ. ഇവിടുത്തെ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. എത്രയെന്നറിയോ നിങ്ങൾ? സാർ, നിങ്ങൾ മദ്യപിക്കുമോ? നിങ്ങൾ മദ്യപിക്കുമോ സാർ? നിങ്ങൾ തങ്കപ്പെട്ട നാടാട്ടോ ഇത്. കാരണം ആരും മദ്യപിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഗവൺമെന്റിന്റെ കണക്ക് എന്താണെന്നറിയോ? കേരളത്തിൽ ഒരു പൗരൻ, ഒരു മനുഷ്യൻ 4.7 ലിറ്റർ മദ്യം കഴിക്കുന്നുണ്ടോ? എത്ര? എല്ലാവരും പറഞ്ഞോ എത്ര? 4.7. അതായത് സാർ, ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം നിങ്ങൾ 4.7 ലിറ്റർ കുടിക്കുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ 9.4 നിങ്ങൾ കുടിക്കണം. ഉപ്പാ, നിങ്ങൾ കുടിക്കുന്നുണ്ടോ? നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബാക്കി മുഴുവൻ മൂപ്പർ കുടിക്കണം. സാറ് കുടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ മൂപ്പറും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടാരം ബാക്കി മുഴുവൻ ഞാൻ കുടിച്ച് വറ്റിക്കണം. കണക്ക് പ്രകാരം ഇവിടെ ആരോ കുടിക്കുന്നുണ്ട്. എനിക്ക് ഈ കുടുംബ സംഗമത്തോട് പറയാനുള്ളതെന്നറിയോ? ഇതാര് കുടിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളെ മനസ്സൊന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവിട്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവിട്. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും മദ്യവും മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയാ നിങ്ങളിപ്പോൾ ആരെയല്ല ഓർമ്മിച്ചേ? ഉപ്പാപ്പ, കാർണൂറ്, അമ്മയച്ചെ, ഉമ്മാമ, ഇവരെല്ലാം കുടിക്കുന്നുണ്ടോന്നല്ലേ നിങ്ങൾ നോക്കിയേ? ഓരെല്ലാം വിട്ടേക്ക്, ഓരെല്ലാം എന്തെങ്കിലും ആയിട്ടെ. പക്ഷേ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ 2ാമത്തെ കണക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന സകല രക്ഷാകർത്താക്കളും കേൾക്കണം. കേരളത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞെന്നറിയോ? കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം കേട്ടാൽ മുറുക്കപ്പിടിച്ചോളി കസേല എല്ലാവരും. നിങ്ങൾ വിചാരിക്കുന്ന എത്രയാ? ഇവരിപ്പം വിചാരിക്കുന്നുണ്ട് മുന്നിലിരിക്കണ്ടേനും പണ്ടാരോ. ചോദ്യം മുഴുവൻ ഇങ്ങോട്ടാണ്. മനസ്സിലായില്ലേ? ഇതൊരു സമാധാനത്തോടു കൂടി ഒന്ന് ഇരിക്കുവാൻ വന്ന് നോക്കുമ്പോൾ ഓൻ്റെ ഇല്ല, അങ്ങനെ തോന്നില്ല. ഒരു ചോദ്യത്തിന് നിങ്ങൾ ഭയക്കണ്ട. ചോദ്യത്തിനെ നേരിട്ട് തന്നെ ശീലിക്കണം. ഓക്കെ, റൈറ്റ്. നിങ്ങൾ എത്രയാ വിചാരിക്കുന്നത് മദ്യം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം? നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? 20. നിങ്ങളോ? 11. 60 മദ്യം ഉപയോഗിക്കുന്ന പ്രായം. നിങ്ങളെ ഞാൻ നമിച്ചിന്. കാരണം എന്താ അറിയോ? കേരളത്തിലെ മദ്യത്തിന്റെ അതിനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാവാത്തതിന് കാരണം എന്താ അറിയോ? നിങ്ങളിപ്പോ 60 കൊല്ലം മുമ്പാ കേരളത്തിൽ 2023 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൽ 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നു. എത്ര? പറ, എല്ലാവരും പറ. എത്ര? ചങ്ങായി എടാ, ഇന്നോട് എനിക്കെത്ര വയസ്സായിടാ? 12. നീ ഏതാടാ ഉപയോഗിക്കുന്ന? ഇപ്പോ ഉപയോഗിക്കുന്നുണ്ടാ? ഇല്ല. പഠിച്ചോനാണ്. അല്ല, എൻ്റെ രക്ഷാകർത്താവായിട്ട് ഇവിടെ ഉണ്ടാ? രക്ഷാകർത്താവുണ്ട് അവിടെ? എടുത്തു. യെസ്. അല്ല, എൻ്റെ രക്ഷാകർത്താവുണ്ട് അവിടെ. ഞാൻ ഈ സ്റ്റേജ് മുതൽ ഇത്തിരി ആളെ മുമ്പിന്ന് ഈ 12 വയസ്സുകാരനോട് ചോദിച്ചെന്നാ അറിയോ നീ ഏതാ സാധനം ഉപയോഗിക്കുന്നതെന്ന്? നിങ്ങൾക്കൊന്നും തോന്നിയില്ല? നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയെന്താ അറിയോ? അപ്പാടിഞ്ഞു അവനോട് ചോദിക്കുക, ഇനി കണ്ടിനോ കുടിക്കുന്നേ? അങ്ങനെ ആളുകളെ മുമ്പ് നിന്ന് അപ്പാട് ചോദിച്ചാൽ എൻ്റെ കുടുംബം, എൻ്റെ മാനം, ഈ നാടിൻ്റെ സ്ഥിതി എന്താ? ഇനി സ്റ്റേജിൽ വന്ന് ഇറങ്ങടാ.
എൻ്റെ കാലിൻ്റെ മുട്ടിയാൾ തച്ചൊടിക്കൂടാ, ആടി ആടി പോകുന്നത് കാണണം നിങ്ങൾക്ക് തോന്നും. അങ്ങനെ തോന്നിക്കില്ല നിങ്ങൾക്ക്? അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അത് പണ്ട് തോന്നേണ്ട സാധനമാണ്. 2024 ഡിസംബർ മാസം ഇങ്ങനെ ഒരു 12 വയസ്സുകാരനോട് ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ മക്കളെക്കുറിച്ച് ആരെങ്കിലും ഒരു സംശയവാദം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ ഉറപ്പിച്ചോ ആ കുട്ടി ആ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാത്തിടത്തോളം കാലം ആ കുട്ടി നശിച്ചു. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടം പോലെ ഈ 12, 13, 14 വയസ്സുള്ള കുട്ടികളെ കയ്യിൽ നിന്ന് കഞ്ചാവൊക്കെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഇല്ലേ, അമ്മേൻ്റെയും ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും ഒരു വരുത്തുണ്ട്. പോലീസോട് ചോദിക്കുക, ഇങ്ങനെ പോലീസുകാരൻ പിന്നീട് പിടിച്ച പോലീസുകാരൻ കള്ളനെ പോലെ ഇങ്ങനെ നിൽക്കുക. നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചോ, നിങ്ങളെ മക്കളെ എനിക്ക് ഈ വേദിയിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്നറിയോ, നിങ്ങളെ മക്കളെ നിങ്ങളെ ഒരു തരി പോലും വിശ്വസിക്കരുത്, ഒരൊറ്റ തരി വിശ്വസിക്കരുത്. പക്ഷേ ആ കുട്ടിയോടുള്ള കടപ്പാടും സ്നേഹവും മുഴുവൻ നിങ്ങൾ കാണിക്കണം. ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം നിങ്ങൾ വാങ്ങിയെടുക്കണം. അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം. പക്ഷേ വിശ്വസിക്കരുത്. എന്തുകൊണ്ടാണ് വിശ്വസിക്കരുത് എന്ന് പറയുമോ? ലോകത്ത് 18 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെല്ലാം, 18 വയസ്സ് വരെയല്ല കേട്ടോ, ലോകത്തെ സകല മനുഷ്യന്മാർക്ക് 2 സ്വഭാവമുണ്ട്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്കില്ല 2 സ്വഭാവം? നിങ്ങളെ ഭാര്യയോട് നിങ്ങളെങ്ങനെയാണ് പെരുമാറുന്നത്? പക്ഷെ നമ്മളെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ വല്ല കണ്ടാലോ, തങ്കുടു സുഖം തന്നെയാടു, ഇങ്ങനെ കുളുകളു, എൻ്റെ പച്ചക്കുപ്പായ നല്ല രസമുണ്ടാ, ഭർത്താവ് കുപ്പായിട്ട് ഇങ്ങനെ നടക്കുക, നിങ്ങൾ ഇതൊരു രസമുണ്ട് പറയുമോ? അപ്പൊ നിങ്ങൾക്കുണ്ട് 2 സ്വഭാവം, വീട്ടിലൊരു സ്വഭാവവും പുറത്ത്. ശരിയാണോ തെറ്റാണോ? പറഞ്ഞൂട്. ശരിയാണ്ടാ, നിങ്ങളെ മക്കൾക്കുണ്ട് 2 സ്വഭാവം. ഇത് ഞാൻ 13 കൊല്ലമായി ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു മോളുണ്ട് 7ാം ക്ലാസ്സിലെ, പക്ഷെ ഐറ്റിയുടെ എനക്ക് പോലും പറ്റി എന്നുള്ളത് അതിൻ്റെ വിഷയം. ഞാൻ വലിയ ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് ദിവസവും കുട്ടിയൊക്കെ 2 സ്വഭാവമുണ്ട് 2 സ്വഭാവമുണ്ട് എന്ന് നാട്ടുകാരോട് പറയുന്ന എൻ്റെ മോളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന്. ഈ 7ാം ക്ലാസ്സിലെ പെണ്ണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം കേട്ടോ, അടക്കല്ലോ. അതിനെ കാണണം. ആടെ ഇരിപ്പിച്ചാൽ ആടെ ഇരിക്കൂ, ബുക്ക് കൊടുക്കുന്ന അത് അപ്പട് വായിക്കൂ, കഥ വായിക്കുന്ന കഥ വായിക്കും, മിറ്റടിച്ചു വരും മിറ്റടിച്ചു വരും, പീടിയെ പോടുന്ന പീടിയെ പോവും. ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് കേൾക്കൂ. എന്തൊരു ഒതുക്കാന്നറിയോ? നമ്മൾ ടൂറിനെല്ലാം പോകുമ്പോൾ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും ഓള നമ്മളെ ടൂർ കൂട്ടിക്കൊണ്ടുവന്നേന്ന്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചായ കുടിക്കാനായോ ഭവതി എന്നെല്ലാം ചോദിക്കും ഇങ്ങനെ. ഓളങ്ങനെ. അപ്പം എൻ്റെ ഭാര്യ പറയും, ഞാനല്ലേ ഓളെ പോറ്റിയത്, അങ്ങനെയാണ് പോറ്റുന്നത്, ഓളക്ക. ഞാനും പിന്നെ ഉള്ളുകൊണ്ട് എനിക്ക് ഓളോടൊരു സ്നേഹമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയെല്ലാം അങ്ങ് പോട്ടെ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്ക് സംഗതി അങ്ങ് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച ഓളോ 7ാം ക്ലാസ്സിലെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. എൻ്റെ അമ്മ പറയുന്നത് അറിയാം, ഓളെ വായിൽ വിരലിട്ടാ കടിക്കൂലോള്, അത്രയും തങ്കുവാ പോലോള്. അങ്ങനെ ഞാൻ ഈ പെണ്ണ് എല്ലാവരും തങ്കു, ഭാര്യ പറഞ്ഞ് തങ്കു, മറ്റോള് പറഞ്ഞ് തങ്കു, വായിൽ വിരലിട്ടാ കടിക്കൂല, എന്ത് പറഞ്ഞാലും ചെയ്യും. മിറ്റെല്ലാം അടിച്ചു വരുന്നുണ്ട്. പിന്നെ എന്ത് നോക്കുവാനാ, നല്ല കുട്ടി തന്നെയല്ലേ. ഞാനും വിട്ട് ഭാര്യേനെയും കൂട്ടിയിട്ട് പേരൻസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എങ്ങനെയുണ്ട് എൻ്റെ മോള്? ടീച്ചർ ഒരൊറ്റ ചിരിയ. ഭാര്യ കസേലമ്മൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് അന്നേരം എന്തോ ആപത്ത് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അല്ല ടീച്ചറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടീച്ചർ പറഞ്ഞതെന്നറിയോ, ഒന്നും പറയണ്ട പോലീസേ, ഓളെ കൊണ്ട് ഒരു രക്ഷയുമില്ല ക്ലാസ്സിൽ, ഇത്ര വലിയ നാവാ പോലും. ഇത് കേട്ടതും എൻ്റെ ഭാര്യ കസേലയിൽ നിന്ന് താഴെ വീണിട്ടില്ലേ, ടീച്ചറെ നേരെ ടീച്ചർ പറയും, ഞാനെന്താക്കാനാ നിങ്ങളെ മോളെ നാവിന്, ഞാനെന്താക്കാനാ? എനിക്കില്ലേ പോയതും വന്നതും എല്ലാം അങ്ങ് തകർന്നുപോയി. കാരണം കഴിഞ്ഞ 13 കൊല്ലമായി ഞാൻ മക്കളെ കുറിച്ച് പറയുന്നത് 2 സ്വഭാവം ഉണ്ട്. പക്ഷെ എൻ്റെ മോള് അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഭാര്യനെ സമാധാനിപ്പിക്കണമല്ലോ, ഓളിപ്പം ടീച്ചറെ കൊല്ലൂ. ഞാൻ ഭാര്യയോട് ഇനി അടങ്ങ്. അന്നേരത്താണ് ഭാര്യനെ തനിക്കോണം ഞാൻ കണ്ടത്. ഓക്കുണ്ട് ഇത്ര വലിയ നാവ്. ടീച്ചറോട് ഓളെ മോളെ കൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങ് കത്തിച്ച് നശിപ്പിച്ചാണ്. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എൻ്റെ ഭാര്യ ഇപ്പം വയലൻ്റ് ആയിട്ടാണ് ഉള്ളത്, നിങ്ങൾ സ്കൂൾ ക്ലാസ് റൂമിൽ CCTV ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കോക്ക്. എനിക്ക് സംഗതി മനസ്സിലായിന്. എൻ്റെ ഭാര്യ
ടീച്ചർ പറഞ്ഞു ക്ലാസ് റൂമിൽ CCTV ഉണ്ടാവില്ല. ആ സ്കൂളിലെ പാസേജില്ലേ, ഇങ്ങനത്തെ ഈ ഇടനാഴിയില്ലേ, ആടെ ഉണ്ട് CCTV. നമുക്കൊന്ന് നോക്കാലോ. ഞാനും ഭാര്യയും കൂടി ആ ഇടനാഴിയിലെ CCTV കണ്ടപ്പോൾ ഇല്ലേ, ഞാൻ ഭാര്യയെ നോക്കിയിട്ട് ഒരൊറ്റ ചിരിയ. ഓളെങ്ങനെയാ പോറ്റിയെന്നാ പറഞ്ഞത്. നോക്കുമ്പില്ലേ, എൻ്റെ മോക്ക് രണ്ടാമതൊരു സ്വഭാവമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന സകല പാരൻസിനോടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വീട്ടിൽ കാണുന്ന സ്വഭാവം മാത്രമല്ല, അതിന് ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടി ആരുടെ കൂടെ നടക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളെ മക്കളുടെ സ്വഭാവം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളെ കുട്ടി ആരുടെ കൂടെ നടക്കുന്നു. 5 ബബിൾ ഗം തിന്നുന്ന കുട്ടീൻ്റെ കൂടിയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 6ാമത്തെ ദിവസം കുട്ടി ബബിൾ ഗം തിന്നും, ഒരു സംശയമില്ല കാര്യത്തിൽ. 5 പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടിയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 6ാമത്തെ ദിവസം വായിച്ചില്ലെങ്കിലും കക്ഷത്തൊരു ബുക്ക് ഉണ്ടാവും. 10 ഫുട്ബോൾ കളിക്കുന്ന കൂട്ടുകാരുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ കളിക്കുന്നത് എങ്കിൽ 11ാമത്തെ ദിവസം TV-യിൽ ഫുട്ബോൾ കളി വെച്ച് കാണും. ശരിയാണോ തെറ്റാണോ?